ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗറാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കറിയുമായിട്ടാണ്. ഇന്ന് പത്തിരിയിൽക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളി ചെമ്മീൻ കറിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വറുത്തരച്ച ചെമ്മീൻ കറിയാണ്. പത്തിരി, ചപ്പാത്തി, ദോശ എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കുക. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ഓൾറെഡി മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു മൺചട്ടിയിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞിടുന്നുണ്ട് മൺചട്ടിയിലേക്ക്. ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ചെമ്മീൻ വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിത് മുമ്പ് വേവിച്ച് വെച്ച ചെമ്മീൻ ആയതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ അതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്. ഒരു 3 പച്ചമുളക് ഞാൻ കീറിയിടുന്നുണ്ട്. അപ്പോൾ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടുക. നമ്മൾ മുളക് പൊടി വല്ലാതെ അങ്ങോട്ട് യൂസ് ചെയ്യുന്നില്ല ഇതിൽ. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട് കുറച്ചൊരു മഞ്ഞ കളറായിട്ടാണല്ലോ നിൽക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാവും ഇതിൽ കൂടുതലായിട്ട് ഇടുക. അങ്ങനെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റാണ്. അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുളിയാണിത്, കുടംപുളി യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയൊരു പീസ് അതിലേക്ക് ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തിളച്ചിട്ട് റെഡിയാവുമ്പോൾ മാറ്റിയാൽ മതി. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ഞാൻ 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ വെള്ളം ഞാൻ ചെമ്മീൻ ആദ്യം വേവിച്ച് മാറ്റിയതിൽ നിന്ന് ഊറ്റി വെച്ച വെള്ളമാണ്. അതാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ പുളി കുതിർത്തി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പുളിയുടെ വെള്ളം ചേർത്താലും മതി. പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലയെ നമ്മൾ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിലത്തെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ആ ഒരു രൂപത്തിൽ ആദ്യം അതിനെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഞാൻ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല ഒരുപാട് കറി എങ്ങനെയാണോ എടുക്കുന്നത് ചെമ്മീൻ്റെ അളവ് അതനുസരിച്ച് നമ്മൾ തേങ്ങ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വറുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് വറുത്ത് കൊടുന്ന തേങ്ങ എന്ന്. അതാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പകുതി പച്ച തേങ്ങയും കുറച്ച് വറുത്ത തേങ്ങയും ഇതും കൂടെ മിക്സാക്കിയിട്ടാണ് ഞാൻ അരക്കുന്നത്. ഇതിനെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലോണം നമ്മൾ അരിഞ്ഞ് കിട്ടുന്ന കറിക്കൊക്കെ പാകത്തിന് നല്ലോണം അരിഞ്ഞ് കിട്ടുന്ന രൂപത്തിൽ അതിനെ മിക്സിയിൽ അരച്ചെടുക്കുക. അങ്ങനെ ഞാൻ അതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കൂട്ടിവിടെ തിളച്ച് നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയൊന്നും പിടിക്കാതെ. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത്. അപ്പോൾ എല്ലാം കൂടെ വെള്ളമായി പോയാൽ കറി അത്ര ടേസ്റ്റ് കിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് അരപ്പാണ്, തേങ്ങയുടെ അരപ്പ്. നമ്മൾ ചെമ്മീൻ ആദ്യം വെന്തതുകൊണ്ട് ചെമ്മീൻ അവസാനം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളം കൂടെ ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇവയൊക്കെ കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ സമയത്ത് ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ടാവും ഇതിലേക്ക്. കാരണം ആദ്യം ചേർത്ത് ഉപ്പ് കുറവുണ്ടാവും. അപ്പോൾ അതൊക്കെ ചേർക്കുക. ഇപ്പോൾ ഞാൻ തേങ്ങ ചേർത്ത് മിക്സാക്കിയ ശേഷം ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചേർത്ത് ഒരുപാട് നേരം കണ്ട് തിളച്ച് പോവണ്ട. അതുകൊണ്ടാണ് ലാസ്റ്റ് ചെമ്മീൻ ചേർത്തത്. തേങ്ങയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടാൽ കറി റെഡിയാവും. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് കുറുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് തൂമിച്ച് പാരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ചൂടായ ശേഷം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ അരച്ച കറിയാണെങ്കിലും ഏതൊരു മീൻ കറിയുടെയും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ചെയ്യുന്നൊരു തൂമിപ്പാണ്. ഇതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കറി. അങ്ങനെ എണ്ണ നല്ലോണം ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉലുവ, ഒരു 2 നുള്ളു ഉലുവ ചേർത്താൽ മതിയാകും. അധികമൊന്നും വേണ്ട, ഒരുപാടായി പോയാൽ കയ്പ്പ് രസം വരും. അപ്പോൾ ഉലുവ കരിയണീൻ്റെ മുന്നേ തന്നെ നമ്മളിതിലേക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കുക.
ഇവ രണ്ടും നന്നായിട്ട് ചൂടായ ശേഷം ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഒരു 5-6 ചെറിയ ഉള്ളി ഇതുപോലെ നല്ലോണം ചെറുതാക്കി കൊത്തി അരിഞ്ഞതാണ്. അതും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിനെ നല്ലോണം ഒന്ന് തൂമിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഈ തൂമിപ്പിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ചേർക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളി നല്ലോണം എന്താ പറയുക വഴന്നു വന്നിട്ടുണ്ട്. അത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് ചുവറ്റിയിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയുടെ ടേസ്റ്റും ഉള്ളിയുടെ ഇതൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തൂമിച്ച ശേഷം നമ്മൾ കുറച്ച് നേരം ഈ കറി വെക്കണം. എന്നിട്ട് കഴിക്കുമ്പോഴാവും ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് പത്തിരിയിലേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.